വളരെ പ്രമുഖരായിട്ടുള്ള മാധ്യമ ലോകത്ത് അറിയപ്പെടുന്ന അറിയിച്ചുള്ള ഒരു സെലിബ്രിറ്റി മോഡിൽ നിൽക്കുന്ന 3 പേർ എന്തിനാണ് അവർ റിപ്പോർട്ടർ ചാനലിൽ ജോയിൻ ചെയ്തതെന്ന് നമുക്കറിയില്ല. 24-ൽ ഉണ്ടായിരുന്ന ഡോക്ടർ അരുൺകുമാർ ദൂരദർശനിൽ ഒരു പരിപാടിയിലൂടെയാണ് രംഗത്ത് വരുന്നത്. പൊളിറ്റിക്സ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ ജോലി ലീവാണെന്ന് തോന്നുന്നു. അത് രാജിവെച്ചോ എന്തോ ഉണ്ട്, അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം ദൂരദർശനിലൂടെയാണ് പരിപാടികളിൽ ടാക് ഷോ പോലത്തെ പരിപാടികളിലൂടെയാണ് വന്നത്. അവസാനം അത് 24-ലെത്തി. 24-ൽ നിന്ന് റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയപ്പോൾ, അതായത് MV നികേഷ് കുമാറിൽ നിന്ന് റിപ്പോർട്ടർ ചാനൽ മരമുറി സഹോദരന്മാർ അഗസ്റ്റിൻ സഹോദരന്മാർ വാങ്ങിയപ്പോൾ അരുൺകുമാറിനെ ഒരു ഐക്കണായി നിർത്തിക്കൊണ്ടാണ് അവർ ചാനൽ തുടങ്ങിയത്. അപ്പോൾ അരുൺകുമാറിന് വലിയ പൊസിഷനും ശമ്പളവും ഒക്കെ കൊടുത്തു. അരുൺകുമാർ ആ രീതിയിൽ തന്നെ വളരെ വലിയ പ്രോഗ്രാമൊക്കെ നടത്തി. ഒരു ജൂനിയർ ശ്രീകണ്ഠൻ നായർ മോഡലിലൊക്കെ അരുൺകുമാർ വളർന്നു വന്നു. അങ്ങനെ അരുൺകുമാർ വന്നു. ചാനലിന് വലിയ റീച്ചൊക്കെ ആയപ്പോഴാണ് മാതൃഭൂമിയിൽ നിന്ന് സ്മൃതി പരുത്തിക്കാടിനെയും മാധുവിനെയും അവർ പൊക്കിയത്. അപ്പോൾ അവർ സ്മൃതി പരുത്തിക്കാടും നന്നായി ആങ്കർ ചെയ്യുന്ന ആളാണ്. അവർ ഒരു സെലിബ്രിറ്റി മോഡലിൽ നിൽക്കുന്ന ആളാണ്. നല്ലൊരു വലിയ റീച്ചുള്ള, അല്ലെങ്കിൽ ഒരുപാട് അനുയായികളൊക്കെ ഉള്ള സോഷ്യൽ മീഡിയയിലൊക്കെ സ്മൃതി പരുത്തിക്കാടിന് ഒരുപാട്, അവരൊരു കോൺഗ്രസ് ലൈനാണിപ്പോൾ. പക്ഷേ എങ്കിൽ പോലും VD സതീശന് വേണ്ടിയിട്ടൊക്കെ നന്നായി വർത്തമാനം പറയുന്ന ഒരു കോൺഗ്രസ് ലൈനാണ്. എങ്കിലും അവർക്ക് ആളുണ്ട്, അവരെ കൂടെ ആളുണ്ട്. പിന്നെയാണ് മാതൃഭൂമിയിൽ നിന്ന് പോയി അതിനകത്ത് ചേർന്നു. പക്ഷേ ഈ 3 പേരും വളരെ പ്രമുഖരാണ്, അതിനകത്തുണ്ട്. പിന്നെ വിജയകുമാർ അവിടെ നിന്ന് പോയി. പിന്നെ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന സുനിൽകുമാർ, ഇങ്ങനെ പല ആളുകളെയും അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുപോയി അവരാണ്, റിപ്പോർട്ടർ ചാനലാണ് ഈ അന്തിച്ചർച്ചയിൽ എഡിറ്റേഴ്സ് ചർച്ച വച്ച് തുടങ്ങിയത്. അതിനു മുമ്പ് ആരും അങ്ങനെ തുടങ്ങിയിട്ടില്ലായിരുന്നു. മറ്റ് ഗസ്റ്റുകളെ വിളിച്ചുള്ള ചർച്ചകളാണ്. ഗസ്റ്റുകളെ വിളിച്ചുള്ള ചർച്ച തുടങ്ങി വെച്ചത് ഏഷ്യാനെറ്റാണ്. ന്യൂസ് അവറിലൂടെ വിനു പി ജോണും PG സുരേഷും അങ്ങനെയുള്ള ടീമെല്ലാം കൂടി ന്യൂസ് അവർ എന്ന് പറയുന്ന ഒരു പരിപാടി ഏഷ്യാനെറ്റിൽ എല്ലാ ദിവസവും 8 മണിക്ക് തുടങ്ങി വെച്ചു. അത് വലിയ റീച്ചായി. പിന്നെ പല ചാനലുകളും 7 മണിക്കും 8 മണിക്കുമായിട്ട് ന്യൂസ് അവറും പിന്നെ എഡിറ്റേഴ്സ് ചോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഡിറ്റേഴ്സ് അവർ എന്നൊക്കെ പറഞ്ഞ് പരിപാടികൾ വെച്ച് തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ 4 പേര് കൂടിയിരുന്ന് 4 പേര് 4 പാർട്ടിക്കാർക്ക് വേണ്ടി വർത്തമാനം പറയുന്നത്. അതായത് 4 വശം, BJPക്ക് വേണ്ടി വശം പറയുന്ന ഒരാൾ, കോൺഗ്രസിന് വേണ്ടി പറയുന്ന ആൾ, CPMന് വേണ്ടി വശം പറയുന്ന ഒരാൾ, പിന്നെ നിഷ്പക്ഷമായി പറയുന്ന ഒരാൾ. അങ്ങനെ 4 പേരെ വെച്ചുകൊണ്ട് എഡിറ്റേഴ്സ് ഡയലോഗ് എന്നുള്ള നിലയിൽ ഒരു പരിപാടി റിപ്പോർട്ടർ ചാനലാണ് മുന്നോട്ട് വെച്ചത്. അതിൽ സ്മൃതി പരുത്തിക്കാടും ഈ അരുൺകുമാറും ഒക്കെ വലിയ നല്ല, നമുക്ക് തോന്നും ഇപ്പോൾ അടി നടക്കും, സംഘർഷം ഉണ്ടാവും, ആ രീതിയിലുള്ള വലിയ വാഗ്വാദങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പേർക്കും വലിയ റീച്ച് കിട്ടിയിട്ടുണ്ട്. മാധുവും വന്നപ്പോൾ അത് രംഗം കുറച്ചുകൂടി കൊഴുക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാധുവും സ്മൃതി പരുത്തിക്കാടും ഡോക്ടർ അരുൺകുമാറും കൂടി വലിയ ഹൈപ്പാണ് അഗസ്റ്റിൻ ബ്രദേഴ്സിൻ്റെ റിപ്പോർട്ടർ ചാനൽ ഉണ്ടാക്കി കൊടുത്തത്. ഒരു ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ചാനലിനെ പോലും പിന്തള്ളിക്കൊണ്ട് ബാർ റേറ്റിങ്ങിൽ വളരെ മുന്നിൽ വന്നു. പക്ഷേ ബാർ റേറ്റിങ്ങിൽ പണം കൊടുത്തതാണെന്നും അത് തട്ടിപ്പാണെന്നും അതിൽ മാൽ പ്രാക്ടീസ് നടത്തിയെന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് കൊണ്ട് കേസ് കൊടുത്തു. പിന്നെ ഏഷ്യാനെറ്റ് ഇവരും തമ്മിൽ വലിയ കൊരുത്തു. പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഏഷ്യാനെറ്റിനെതിരെ ഇവർ കൊണ്ട് ബാംഗ്ലൂരിൽ കേസ് കൊടുത്തു, മരമുറി ചാനൽ. പിന്നെ അത് വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ വിഷയങ്ങളിലേക്കൊക്കെ പോയപ്പോഴും, വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയപ്പോഴും ചാനലിൽ റീച്ചൊന്നും കുറവില്ലായിരുന്നു. വളരെ വലിയ ഓഗ്മെൻ്റ് റിയാലിറ്റി ഷോകളും അതുപോലെ 3D എഫക്റ്റും കമ്പ്യൂട്ടർ ആനിമേഷനും വളരെ വലിയ അത്യാധുനികമായ സംവിധാനത്തോടു കൂടിയാണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത്. വലിയ ഒരുപാട് പേരുണ്ട് അതിനകത്ത്. ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന വളരെ പ്രമുഖരായിട്ടുള്ള പല ആളുകളെയും അവർ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാരെ എല്ലാം അവർ പൊക്കി. അങ്ങനെ വലിയ വലിയ രീതിയിലാണ് റിപ്പോർട്ടർ ചാനൽ മുമ്പോട്ട് പോകുന്നത്. ആ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ അതിനകത്തുള്ള ഈ 3 പേരും, അതായത് മാധുവും സ്മൃതി പരുത്തിക്കാടും അരുൺകുമാറും ഡോക്ടർ അരുൺകുമാറും 3 പേരുടെ ഭാവി, അവർക്ക് ഭാവി പ്രശ്നമില്ല, ഏതെങ്കിലും ചാനലിൽ അവർ പോകും. പക്ഷേ റിപ്പോർട്ടർ ചാനലിൽ അവരുടെ ഭാവി ഒരു അനിശ്ചിതത്വത്തിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു ടീമിനോടൊപ്പം പോകേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഇപ്പോൾ ഒരു പുനർവിചിന്തനമായിട്ട് വരുന്നത്. എത്ര അവർ മെഴുകാൻ ശ്രമിച്ചിട്ടും മെഴുകൽ നടക്കുന്നില്ല. അഴുക്ക് പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പുറത്ത് മനോരമ ചാനലും ഏഷ്യാനെറ്റും മാതൃഭൂമിയുമൊക്കെ സംഘടിതമായി തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്തകൾക്കെതിരെയുണ്ട്. അവർ തമ്മിലുള്ള ഒരു കുടിപ്പക, ഒരു എന്താണ് ചക്കളത്തെ പോരാട്ടം, ഒരു കോഴിപ്പോര് കുറേ കാലമായി ഉണ്ടായതാണ്. ഈ ചാനലുകൾ തമ്മിലുള്ള കോഴിപ്പോരിൽ റിപ്പോർട്ടർ ചാനൽ ഒരു വശത്തും മറ്റ് പല ചാനലുകളും
അപ്പുറത്ത് നിന്നുകൊണ്ടുള്ള കോഴിപ്പോര് നമ്മൾ കണ്ടതാണ്. കോടതി വരെ കേസ് പോയതുമാണ്. കോടതി വെറുതെ വിട്ടു കേസ്. അവർ അവസാനം ഈ മരമുറി സഹോദരന്മാരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു കോടതി. നിങ്ങൾ തെളിവൊന്നുമില്ലാത്ത എന്ത് കേസാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്, പരാതി എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയൊക്കെ ചെയ്ത് പെനാൽറ്റിയൊക്കെ വിട്ടു. പക്ഷെ എന്തായാലും വളരെ വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് റിപ്പോർട്ടർ ചാനൽ പോകുന്നത്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തികമല്ല എന്നുള്ളതാണ് വളരെ രസകരം. എം വി നിവേഷ് കുമാർ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ അഗസ്റ്റിൻ ബ്രദേഴ്സിന് വിൽക്കുന്നത്, അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയല്ല, അല്ലാതുള്ളൊരു വേറൊരു പ്രതിസന്ധിയാണ്, ഒരു കരിയർ വൈസ് പ്രതിസന്ധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധി മുറിച്ച് കടക്കുമോ? ഈ പറയുന്ന ആങ്കർമാരെല്ലാം അതിനകത്ത് ഉണ്ടാകുമോ? അതോ അവർ പിരിഞ്ഞു പോകുമോ? പുതിയ ചാനലുകൾ, ഇനി മംഗളത്തിന് പുതിയ ചാനൽ വരുന്നു, മറ്റ് ചാനലുകൾ ഇവിടെ വരാൻ പോകുന്നു. അപ്പോൾ അതിലേക്കൊക്കെ ഇവർ മാറുമോ? എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും റിപ്പോർട്ടർ ചാനലിലെ 3 പേർക്ക്, ഡോക്ടർ അരുൺകുമാറിനും മാധുവിനും അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടിനും കൃത്യമായി ടെൻഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അതിനകത്തെ റിപ്പോർട്ടറിലെ ദിനങ്ങൾ എണ്ണപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണപ്പെടുന്നത്.